ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഏതൊരു കൂട്ടുകാർക്കും അതായത് ഏത് സ്ട്രീം പഠിച്ചവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില കരിയർ മേഖലകളാണ്. പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് DLED അഥവാ പണ്ടത്തെ TTC എന്ന് പറയുന്ന കോഴ്സിന് ചേരാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡിഗ്രിയും കൂടെ ചെയ്യണം, അതിനുശേഷം ടീച്ചിങ് മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ശേഷം BEd കോഴ്സ് പഠിച്ചാൽ മതി. രണ്ടാമത്തേതാണ് പുരാവസ്തുശാസ്ത്രം അഥവാ ആർക്കിയോളജി. ഭൗതിക അവശിഷ്ടങ്ങൾ വഴി ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണിത്. പ്ലസ് ടു കഴിഞ്ഞ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു നേഴ്സ് ആകാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും ഉണ്ട്. അതുകൂടാതെ ആയുർവേദ നഴ്സിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഫീസ് കുറവുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് ധാരാളമുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അങ്ങനെ നഴ്സിംഗ് പഠിക്കാവുന്നതാണ്. അടുത്തതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇന്നത്തെ കാലത്ത് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണിത്. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കുന്ന നല്ലൊരു മേഖലയാണിത്. അടുത്ത കോഴ്സാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ധാരാളം തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സ് തന്നെയാണിത്. പ്ലസ് ടു കഴിഞ്ഞ ഏതൊരാൾക്കും പഠിക്കാം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം ജോലി സാധ്യതകൾ ഈ കോഴ്സിനുണ്ട്. ഒരു ഇവൻറ്റ്, അത് കല്യാണം ആയിക്കോട്ടെ, ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് വളരെ മനോഹരമായ രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. അടുത്ത കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്നത്തെ കാലത്ത് വളരെയധികം തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണിത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ഫീസിൽ വളരെ കുറഞ്ഞ കാലയളവിൽ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു കോഴ്സാണിത്. നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ കോഴ്സുകൾ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.